ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്റ്റാമ്പറിന്റെ പദ്ധതികൾക്ക് മാത്രം മുൻഗണന, മറ്റ് ചിലവുകൾ വെട്ടിക്കുറയ്ക്കും. വകുപ്പുകൾ ഓരോ പൗണ്ടും ചെലവാക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ധനമന്ത്രി. ലോകത്തിലെ മികച്ച നഗരമായ ലണ്ടൻ വീണ്ടും തുടർച്ചയായ 10ാം വർഷവും എതിരില്ലാതെ ബ്രിട്ടീഷ് തലസ്ഥാനം. 40 വർഷം മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ തേടിയ മാഞ്ചസ്റ്റർ പോലീസ്. വിവരം നൽകുന്നവർക്ക് 50,000 പൗണ്ട് പാരിതോഷികം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് നാളെ വീണ്ടും തുടക്കം. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച അതിജീവിത. മക്കൾ തമ്മിലെ അടി തീരുന്നില്ല, സുല്ലിട്ട് മധ്യസ്ഥൻ. CP നേതാവ് MM ലോറൻസിന്റെ വിധി കളമശ്ശേരിയിലെ മോർച്ചറിയിൽ വിശ്രമിക്കാൻ. വിമത ശബ്ദമുയർത്തി ചാണ്ടി ഉമ്മനും. സതീശൻ പക്ഷം അവഗണിക്കുന്നതായി ആരോപണം. ഉമ്മൻചാണ്ടിയുടെ മകനോട് ഇങ്ങനെ പാടില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ് അടക്കം നേതാക്കൾ. കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി നോർക്ക. തുടർച്ചയായ 10ാം വർഷവും ബ്രിട്ടീഷ് തലസ്ഥാനത്തിനെതിരില്ല ലോകത്തെ മികച്ച നഗരമായി ലണ്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 10ാം വർഷമാണ് ഈ തിരഞ്ഞെടുപ്പ്. ന്യൂയോർക്ക്, പാരീസ്, ടോക്കിയോ എന്നിവയെ പിന്നിലാക്കിയാണ് ലണ്ടൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇതോടെ സാംസ്കാരികവും സാമ്പത്തികവുമായ ശക്തി കേന്ദ്രം എന്ന നിലയിൽ ലോകത്ത് തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് ലണ്ടൻ നഗരം. റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം, സാമ്പത്തിക വികസനം എന്നീ മേഖലകളിലെ പ്രമുഖ ആഗോള ഉപദേഷ്ടാവായ റെസൊണൻസാണ് വിവിധ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി റാങ്കിംഗ് തീരുമാനിക്കുന്നത്. 1 മില്യണിൽ അധികം ജനസംഖ്യയുള്ള നഗരങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഏറ്റവും മികച്ച നഗരം ഏതെന്ന് വിലയിരുത്തുന്നത്. ലണ്ടൻ അതിൻ്റെ ആകർഷണീയതയും സൗന്ദര്യവും മാറുന്ന പശ്ചാത്തലത്തിലും തുടർച്ചയായി പ്രകടിപ്പിക്കുന്നതും ഒരു കാരണമാണ്. നൈറ്റ് ലൈഫ്, ഭക്ഷണം, ഷോപ്പിംഗ്, സാംസ്കാരികമായ ആകർഷത്വം കൂടാതെ വാസ്തുവിദ്യാപരമായ എല്ലാ അടിസ്ഥാനങ്ങളും ഇതൊക്കെ പ്രധാന ഘടകങ്ങളാണ്. യൂറോപ്യൻ യൂണിയനിലെ തൊഴിലവസരങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമം തുടങ്ങി നോർക്ക. കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി നോർക്ക റൂട്ട്സും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും യോജിച്ച് പ്രവർത്തിക്കും. തിരുവനന്തപുരത്തെ നോർക്ക സെന്റർ സന്ദർശിച്ച GIZ ഇന്റർനാഷണൽ സർവീസസ് ഡയറക്ടർ ജനറൽ ആൻഡ്രിയ വോൺ റൗച്ചുമായി നോർക്ക റൂട്ട് CEO അജിത് കൊളശ്ശേരി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച സാധ്യത പരിശോധിക്കാൻ തീരുമാനമായത്. കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി നോർക്ക റൂട്ട്സും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും യോജിച്ച് പ്രവർത്തിക്കും. തിരുവനന്തപുരത്തെ നോർക്ക സെന്റർ സന്ദർശിച്ച GIZ ഇന്റർനാഷണൽ സർവീസസ് ഡയറക്ടർ ജനറൽ ആൻഡ്രിയ വോൺ റൗച്ചുമായി നോർക്ക റൂട്ട് CEO അജിത് കൊളശ്ശേരി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച സാധ്യത പരിശോധിക്കാൻ തീരുമാനമായത്. ഇതിന്റെ ഭാഗമായി ജർമ്മൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ എംബസികളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ഡൽഹിയിൽ യോഗം വിളിക്കാനും ധാരണയായി. നിലവിൽ ജർമ്മനിയിലേക്ക് കേരളത്തിലെ നഴ്സിംഗ് പ്രൊഫഷണലുകളെ ലഭ്യമാക്കുന്നതിന് നടപ്പാക്കി വരുന്ന ട്രിപ്പിൾ വിൻ പദ്ധതി മാതൃക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും തൊഴിലവസരങ്ങൾ ഒരുക്കുന്നത് നടപ്പാക്കണം എന്ന ആശയവും മുന്നോട്ട് വെച്ചു. നിലവിൽ ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, നെതർലാൻഡ്സ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രിപ്പിൾ വിൻ മാതൃകയിലുള്ള റിക്രൂട്ട്മെന്റ് പദ്ധതിയിൽ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി, IT ഉൾപ്പെടെ കൂടുതൽ മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് ട്രിപ്പിൾ വിൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലവസരം ഒരുക്കാനാണ് നോർക്കയുടെ ശ്രമം. കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ തൊഴിലവസരം ഒരുക്കുന്നതിനായി നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും സംയുക്തമായി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് നോർപ്പ ട്രിപ്പിൾ വിൻ കേരള.